നമസ്കാരം. ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കടബാധ്യതകൾ മാറുവാനും സമ്പത്ത് വർദ്ധിക്കാനുമായിട്ട് വളരെ എളുപ്പത്തിൽ യാതൊരു ചിലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ലളിതമായ ഒരു കർമ്മമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 3 സാധനങ്ങൾ മാത്രമാണ് ഇതിന് വേണ്ടത്. വളരെ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയും ചെയ്യേണ്ട കർമ്മമാണിത്. ഇത് ചെയ്യുന്നത് മൂലം നമ്മുടെ വരുമാനം ഇരട്ടിയായി വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കർമ്മം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സമയമോ കാലമോ ഒന്നുമില്ല. നമ്മളുടെ സൗകര്യമനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്ക് പീരീഡ് സമയത്തും ഈ കർമ്മം ചെയ്യാവുന്നതാണ്. ചില ആളുകൾ എത്രമാത്രം ജോലി ചെയ്താലും വരവിനേക്കാൾ കൂടുതൽ ചെലവായിരിക്കും. ₹1 പോലും നീക്കിവെക്കാൻ ഇല്ലാതെ വരുന്നു. ഈ കർമ്മം ചെയ്യുന്നതിലൂടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പണവരവ് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇതിന് പ്രധാനമായും വേണ്ടത് കല്ലുപ്പാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടുതലായിട്ടുള്ള ഒരു വസ്തുവാണ് കല്ലുപ്പ്. ഈ കല്ലുപ്പ് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ കല്ലുപ്പിന് സാധിക്കുന്നു. അടുക്കളയിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഉപയോഗിക്കാതെ പൂജയ്ക്കായിട്ട് കല്ലുപ്പ് പ്രത്യേകം വാങ്ങുക. ഒരു ഗ്ലാസ് ബൗളോ മൺചട്ടിയോ എടുത്ത് അതിലേക്ക് കല്ലുപ്പ് നിറയ്ക്കുക. ഈ കല്ലുപ്പിലേക്ക് ഒരു പിടി കുരുമുളക്, നമ്മളുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണ് കുരുമുളകും. ചെറിയൊരു പിടി കുരുമുളക് മതി. പ്രത്യേകിച്ച് എണ്ണമോ ഒന്നും വേണ്ട. കുരുമുളക് കൂടി ഈ കല്ലുപ്പിലേക്ക് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം. നമ്മളുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ആ ഒരു പച്ചക്കർപ്പൂരം ഉള്ളത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ഈ പച്ചക്കർപ്പൂരം. മഹാലക്ഷ്മിയുടെ കടാക്ഷം ഏറ്റവും കൂടുതലുള്ളൊരു വസ്തുവാണ് പച്ചക്കർപ്പൂരം. ആ ഒരു ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം കൂടി ഇതിലേക്ക് വയ്ക്കുക. ഇത് നമ്മളുടെ വീട്ടിലെ എല്ലാ റൂമിലും, അതായത് ഓരോ മുക്കിനും മൂലയിലും ഈ ഒരു ഗ്ലാസ് ബൗള് കാണിക്കുക. പൂജാമുറിയിൽ, ഇത് ഏത് മുറിയിൽ വേണമെങ്കിലും ഇത് വയ്ക്കാം. പൂജാമുറി ഒഴികെ, പൂജാമുറിയിൽ വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും പൂജാമുറിയിൽ ഭഗവാന്റെ ആ ഒരു കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന പൂജാമുറിയിലും അതുപോലെ പോസിറ്റീവ് എനർജി എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മുറിയിൽ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് മറ്റുള്ള എല്ലാ മുറിയിലും നമുക്ക് ഓരോ മുക്കിനും മൂലയിലും ഈ ഒരു ഗ്ലാസ് ബൗള് കാണിച്ചതിന് ശേഷം നമ്മളുടെ കാലൊന്നും തട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് സ്ഥാപിക്കുക. കുഞ്ഞുങ്ങളെന്നൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവരൊന്നും ചെന്ന് എത്തിപ്പെടാത്തൊരു സ്ഥലത്ത് ഈ ഒരു ഗ്ലാസ് ബൗള് വയ്ക്കുക. 15 ദിവസമാണ് ഇത് വയ്ക്കേണ്ടത്. ആ ഒരു 15 ദിവസം തന്നെ നമുക്കിതിൻ്റെ ആ ഒരു മാറ്റം നല്ല രീതിയിൽ അറിയാൻ സാധിക്കും. നമുക്ക് ആ ഒരു നമ്മളുടെ വീട്ടിലുള്ള ആ ഒരു ഐശ്വര്യം, ആ ഒരു നെഗറ്റീവ് എനർജി എല്ലാം മാറി ആ ഒരു പോസിറ്റീവ് എനർജി നിറയുന്നതെല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. 15 ദിവസത്തിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. എവിടെയെങ്കിലും നമ്മൾ ചവിട്ടാനിടയില്ലാത്ത, മണ്ണിൽ തന്നെ ചവിട്ടാനിടയില്ലാത്ത എവിടെയെങ്കിലും അത് കളയാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിലൂടെ ആണെങ്കിലും നമുക്ക് ഈ ഉപ്പും കുരുമുളകും പച്ചക്കർപ്പൂരവും നമുക്ക് ഒഴുക്കി കളയാവുന്നതാണ്. പിന്നീടും നമുക്കിത് 15 ദിവസം തുടർച്ചയായിട്ട് നമുക്ക് വീണ്ടും ഇത് ചെയ്യാവുന്നതാണ്. ഈ കർമ്മം തന്നെ തുടർച്ചയായി ചെയ്തു പോകാവുന്നതാണ്. നമുക്കതിൻ്റെ ആ ഒരു ഫലം കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും അത് ചെയ്യും. അത്രയും നല്ല പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒരു കർമ്മമാണ്. എല്ലാവരും ചെയ്തു നോക്കുക. നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം.